ഇന്ന് പനീർ ബട്ടർ മസാല കറി റെഡിയാക്കി എടുക്കാം. ഏത് തരം ബ്രെഡിന്റെ കൂടെ ആണെങ്കിലും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇത് റെഡിയാക്കി എടുക്കാൻ ബട്ടറും ഓയിലും എടുത്തതിന് ശേഷം 3 സവോള കട്ട് ചെയ്തതും 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു 10-15 കാഷ്യൂനട്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതൊക്കെ നല്ലോണം വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇട്ട് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കണം. മസാലപ്പൊടി നല്ലോണം വഴന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 3 തക്കാളി കട്ട് ചെയ്തതും ഇട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. 1 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞ് ചൂടാറിയതിനു ശേഷം ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു പാനിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ഇട്ട് നമ്മൾ അരച്ചെടുത്ത മിക്സ് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള പനീറും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കണം. ഫ്രഷ് ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കണം. 1 കപ്പ് ഫ്രഷ് ക്രീമും കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ക്രീം രൂപത്തിലുള്ള പനീർ ബട്ടർ മസാല കറി